ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മല്ലു ടെക്കീസ്. മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഇൻസ്റ്റാഗ്രാമിന്റെ ആപ്ലിക്കേഷനകത്ത് കയറുമ്പോൾ, അതായത് ഐഫോൺ യൂസേഴ്സിനാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം ഞാൻ കണ്ടിട്ടുള്ളത്. ഞാൻ ആൻഡ്രോയിഡ് യൂസർ ആയിരുന്നപ്പോഴത്തേക്ക് എനിക്കൊരു പ്രശ്നം ഇതുവഴി എനിക്ക് നേരിട്ടിട്ടില്ല. അപ്പോൾ നമുക്ക് ഇൻകറക്റ്റ് പാസ്വേഡ്, അതായത് നമ്മൾ യൂസർ നെയിമും പാസ്വേഡും കറക്റ്റ് ആയിരുന്നാൽ പോലും നമ്മൾ ലോഗിൻ ചെയ്യാൻ നോക്കുമ്പോഴത്തേക്ക് ഇൻകറക്റ്റ് പാസ്വേഡ് എന്ന് കാണിക്കുന്ന പ്രശ്നം. നമ്മൾ സ്വാഭാവികമായിട്ട് എന്താ വിചാരിക്കുന്നത്, പാസ്വേഡ് എനിക്ക് തെറ്റിയതായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഫോർഗോട്ട് പാസ്വേഡ് ചെയ്യാനുള്ള പാസ്വേഡ് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ നമ്മൾ നോക്കും. അപ്പോഴത്തേക്ക് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് അതിനകത്ത് നമ്മൾ പാസ്വേഡ് ചേഞ്ച് ചെയ്യാൻ വാട്സപ്പിനകത്ത് ലിങ്ക് ചെയ്തിട്ടുള്ള വാട്സപ്പിനകത്ത് ടെക്സ്റ്റ് മെസ്സേജ് കാര്യങ്ങളൊക്കെ വരാനൊക്കെ നോക്കും. പക്ഷേ ആ മെസ്സേജുകളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ അത് കോഡ് എടുത്ത് അതിനകത്ത് അടിക്കുമ്പോഴത്തേക്ക് എറർ എന്നേ കാണിക്കുള്ളൂ. അപ്പൊ ഇങ്ങനെ ഒരു പ്രശ്നം ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, നമ്മൾ ഫേക്ക് ഐ ഡി തുടങ്ങുന്നത് അല്ലെങ്കിൽ ഒരു മെയിൽ ഐ ഡിന്ന് തന്നെ ഒരു 2-3 അക്കൗണ്ട് തുടങ്ങിയിട്ട് അത് ഒന്നിന്റെ പാസ്വേഡ് മറന്നുപോയി. അപ്പൊ പാസ്വേഡ് മറന്നു പോകുമ്പോഴത്തേക്ക് പുതിയ അക്കൗണ്ട് തുടങ്ങിയിട്ട് മറ്റേ പഴയ അക്കൗണ്ട് അവിടെ തന്നെ കിടപ്പോവും. അങ്ങനെയൊക്കെ ഉള്ളത്. പിന്നെ മൾട്ടിപ്പിൾ ലൊക്കേഷനിൽ ഇരുന്ന് കയറുന്നത്, അതായത് സിസ്റ്റം അല്ലെങ്കിൽ നമ്മൾ VPN വയ്ക്കുമ്പോഴേ നമ്മൾ VPN കണക്ട് ചെയ്യുന്ന സമയത്ത് ഒരു കാരണവശാലും ഇൻസ്റ്റാഗ്രാമിനകത്തൊന്നും കയറാതിരിക്കുക. അതാണ് ഏറ്റവും കൂടുതൽ ചെയ്യാനുള്ളത്. അപ്പോൾ അല്ലാതെ ഫേക്ക് ഐ ഡി ഉണ്ടാക്കിയിട്ട് ആൾക്കാരെ പറ്റിക്കുന്നതും ഈ മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ഉപയോഗിക്കുന്നവർ റിപ്പോർട്ട് അടിക്കുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും ഇൻസ്റ്റാഗ്രാം എല്ലാം ബ്ലോക്ക് ആവും. പിന്നെ ഇപ്പോഴത്തെ പുതിയ അപ്ഡേഷനിലെ കാര്യങ്ങളിലൊക്കെ വന്നേക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ മെയിൽ ഐ ഡി, അല്ലെങ്കിൽ ഒരു ഫോണിനകത്ത് എത്ര മെയിൽ ഐ ഡി ഉണ്ടോ ആ ഫോണിനകത്ത് നമ്മളിപ്പോൾ ഇത്രയും മെയിൽ ഐ ഡി ലിങ്ക് ചെയ്തേക്കല്ലേ, നമ്മൾ Gmail ഇട്ടേക്കാണ്. അപ്പോൾ അതുവഴി നമ്മൾ കണക്ട് ചെയ്തേക്കും. ചിലപ്പോൾ നമുക്ക് 2 ഫോൺ നമ്പറാണ്, ഈ 2 ഫോൺ നമ്പർ ഏതൊക്കെ മെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ടോ ഇതെല്ലാം പ്രശ്നമാകും. അപ്പോഴത്തേക്ക് നമ്മൾ ഈ മെയിൽ ഐ ഡി, ഇപ്പോൾ ഒരു പുതിയ മെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്കൊരു അക്കൗണ്ട് തുടങ്ങാം, വേറൊരു മെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്തിട്ട് തുടങ്ങാം, അതും സക്സസ് ആവാൻ പോണില്ല. അപ്പൊ നമ്മൾ ഈ നമ്പർ വെച്ചിട്ടല്ലേ മെയിൽ ഐ ഡി എടുക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങളിലും പുതിയ ഇൻസ്റ്റാഗ്രാം ഒരുപക്ഷെ നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാലും നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഇപ്പോൾ ഒരു ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നമുക്കൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് ഒരു മണിക്കൂറോ അല്ലെങ്കിൽ 2 മണിക്കൂറോ അല്ലെങ്കിൽ ഒരു ദിവസം, അതിൽ കൂടുതൽ നമുക്ക് അത് കീപ്പ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല, വർക്കാവില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ സസ്പെൻഡ് ചെയ്യുവര്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മുൻകൂട്ടി നിങ്ങൾ ശ്രദ്ധിച്ചോളണം. കമ്മ്യൂണിറ്റി സ്ട്രൈക്ക് അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഇതെല്ലാം ശ്രദ്ധിച്ചോളണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമുക്കിപ്പോൾ ആപ്ലിക്കേഷനകത്ത് നമുക്കതിനകത്ത് കയറാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ ഫോണിനകത്ത് ഇൻസ്റ്റാഗ്രാം ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ അതങ്ങ് അൺഇൻസ്റ്റാൾ ചെയ്യുക. അൺഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം നമ്മളിപ്പോൾ അൺഇൻസ്റ്റാൾ ചെയ്യാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരിട്ട് ഇപ്പോൾ ലോഗിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ വേറൊരു ബ്രൗസറിൽ നിന്ന് കയറുമ്പോഴത്തേക്ക് നേരെ ആപ്ലിക്കേഷനകത്തോട്ടേ പോകത്തുള്ളൂ. അപ്പോൾ നമ്മൾ സഫാരി ബ്രൗസറോ അല്ലെങ്കിൽ നിങ്ങൾ ഗൂഗിൾ ക്രോം ബ്രൗസറോ, അപ്പോൾ ആൻഡ്രോയിഡ് യൂസേഴ്സിന് സഫാരി ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ഏതെങ്കിലും ഒരു ബ്രൗസർ യൂസ് ചെയ്യുക. ഇപ്പോൾ ഞാൻ സഫാരി ബ്രൗസർ ഒന്ന് യൂസ് ചെയ്യണം. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം എന്ന് സെർച്ച് ചെയ്യുക. നമ്മൾ ലോഗിൻ ചെയ്യാനുള്ളതാണ്. ഞാനിപ്പോൾ നേരത്തെ ഓൾറെഡി ലോഗിൻ ചെയ്ത് വെച്ചിരുന്നതാണ്. ഇതിനകത്ത് കയറിയിട്ട്, അതായത് വേറൊരു ബ്രൗസറിനകത്ത് കയറിയിട്ട് നമ്മളിത് ലോഗിൻ ചെയ്യുക. അവിടെ കറക്റ്റായിട്ട് വരും കേട്ടോ. നമ്മൾ കറക്റ്റ് പാസ്വേഡ് അടിക്കുമ്പോഴത്തേക്ക് അവിടെ എല്ലാം കറക്റ്റായിട്ട് വരും. ഈ ഒരു പാസ്വേഡിന്റെ എറർ ഇഷ്യൂ അങ്ങനെയുള്ളതൊന്നും വരത്തില്ല. അപ്പൊ അതിനകത്ത് കയറിയിട്ട് നമ്മൾ ഇവിടെ താഴെ പ്രൊഫൈൽ പിക്ചറിന്റെ അവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് മുകളിൽ ലെഫ്റ്റ് സൈഡിൽ സെറ്റിംഗ്സിന്റെ ഒരു ബട്ടൺ കിടക്കുന്നുണ്ട്. ആ സെറ്റിംഗ്സിന്റെ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ പേഴ്സണൽ ഡീറ്റെയിൽസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. സോറി, പേഴ്സണൽ ഡീറ്റെയിൽസ് അല്ല, പാസ്വേഡ് ആൻഡ് സെക്യൂരിറ്റി. ഞാനത് ക്ലോസ് ചെയ്യണേ. ഇവിടെ പാസ്വേഡ് ആൻഡ് സെക്യൂരിറ്റി എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അതിനകത്ത് പാസ്വേഡ് ആൻഡ് സെക്യൂരിറ്റി എന്നുള്ളതിന് അടുത്തതും ക്ലിക്ക് ചെയ്യുക. ഇതിൽ 2 ഫാക്ടർ ആതൻറ്റിക്കേഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇങ്ങനെ ഒരു ഇത് വരും, അതും ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിനു ശേഷം ഇവിടെ അഡീഷണൽ മെത്തേഡ്സ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ കാണാൻ സാധിക്കും ബാക്കപ്പ് കോഡ്സ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമുക്കിവിടെ ഒരു ബാക്കപ്പ്, അതായത് നമ്മളിപ്പോൾ ഒരു അക്കൗണ്ട് ഡിസേബിൾ ആയി പോയി കഴിഞ്ഞാലും നമുക്ക് കമ്മ്യൂണിറ്റി സ്ട്രൈക്ക് ഒക്കെ അടിച്ച് എന്തെങ്കിലുമൊക്കെ നമ്മൾ ഈ മോണിറ്റൈസേഷൻ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഒരാളുടെ അക്കൗണ്ടിലുള്ള വോയിസ് ആയിരുന്നാൽ പോലും വേറെ ഏതെങ്കിലും അക്കൗണ്ടിൽ യൂസ് ചെയ്തിട്ടുള്ള വോയിസ് ആണ്, അത് അവരുടെ ഒറിജിനൽ വോയിസ് ആണെന്ന് വിചാരിച്ചോട്ടെ. അപ്പോൾ നമ്മൾ ഈ മോണിറ്റൈസേഷൻ എനേബിൾ ചെയ്യുമ്പോഴത്തേക്ക് അതൊക്കെ ഭയങ്കര ഇഷ്യൂ ആണ്. അവരെല്ലാം കറക്റ്റ് നോക്കിയിട്ട് നമുക്ക് എന്തൊക്കെ പണി തരാൻ പറ്റുമോ അതെല്ലാം ഇൻസ്റ്റാഗ്രാമിൽ നമുക്ക് തരും. എൻ്റെ ഒരു അക്കൗണ്ട് അങ്ങനെ പോയിട്ടുണ്ട്. ഒരു 35K അക്കൗണ്ട് ഉണ്ടായിരുന്ന അക്കൗണ്ട് ഏകദേശം 1 വർഷത്തിൽ കൂടുതലായി എനിക്ക് ഡിസേബിൾ ആയി പോയതിനു ശേഷം. അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഇൻസ്റ്റാഗ്രാം എന്ന് പറയുന്നത് അത്രയും കണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. നമ്മൾ യൂട്യൂബിൽ വീഡിയോ ഇടുന്ന പോലെ അല്ല. നമ്മൾ യൂട്യൂബിൽ വീഡിയോ ഇട്ടാൽ നമ്മൾക്ക് സ്ട്രൈക്ക് വന്ന് ഇങ്ങനെയൊക്കെ ഒരു ഇഷ്യൂ കാണിക്കുന്നേ ഉള്ളൂ. പക്ഷേ ഈ ഇൻസ്റ്റാഗ്രാമിനകത്ത് നമുക്ക് ഏത് വോയിസ് ആണോ കേട്ടിട്ട് നമുക്ക് ഈ വീഡിയോ എഡിറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്തിടാം. ആ ഒരു ഗുണം മാത്രമേ ഉള്ളൂ. അല്ലാതെ എന്തെങ്കിലും സ്ട്രൈക്കുകൾ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൻ്റെ കാര്യത്തിൽ തീരുമാനമാവും. അപ്പോഴത്തേക്ക് നമുക്ക് ഇത് കോപ്പി ചെയ്തെടുക്കുക, അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് അടിച്ച് നിങ്ങളെ ഫോണിൽ സൂക്ഷിക്കുക.
ഞാനിപ്പോൾ ഒരു സ്ക്രീൻഷോട്ട് എടുക്കുകയാണ്. സ്ക്രീൻഷോട്ട് അടിച്ച് നമുക്ക് ഇതിൻ്റെ ആവശ്യമുണ്ടെങ്കിലേ നമുക്ക് അതിനകത്ത് കയറാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഫോട്ടോസിനകത്തോട്ട് സേവ് ചെയ്യുക. സേവ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഇൻസ്റ്റഗ്രാം നമ്മൾ ആപ്ലിക്കേഷനകത്ത് ഇവിടെ ലോഗൗട്ട് ചെയ്യണമെങ്കിൽ ലോഗൗട്ട് ചെയ്യാം. ലോഗൗട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഇൻസ്റ്റാഗ്രാമിൻ്റെ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ നിന്നോ അല്ലെങ്കിൽ ആപ്പിൾ സ്റ്റോറിൽ നിന്ന്, ആപ്പിൾ യൂസേഴ്സ് ആണെങ്കിൽ ആപ്പിൾ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കുക. ഓക്കെ, അതിനുശേഷം ബാക്കി പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് ഇപ്പോൾ ഓൾറെഡി ആയിട്ട് നമ്മൾ അക്കൗണ്ട് അതിനകത്തുണ്ടെങ്കിൽ ഫെച്ചായി വരുന്നതായിരിക്കും. അപ്പോഴത്തേക്ക് നമ്മൾ യൂസ് അനദർ പ്രൊഫൈൽ അല്ലെങ്കിൽ അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ അതിനകത്ത് ഫെച്ചായിട്ട് വന്നിട്ടില്ലെങ്കിൽ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും അതിൽ വരുന്നത്. അതിനകത്ത് യൂസർ നെയിം ഫോർഗോട്ടൺ പാസ്വേഡ് എന്നുള്ള ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ അക്കൗണ്ട് ഫൈൻഡ് ചെയ്യാനുള്ള ഇത് ചോദിക്കും. അപ്പോഴത്തേക്ക് ഇവിടെ നമ്മുടെ യൂസർ നെയിം കറക്റ്റ് അടിച്ചു കൊടുക്കുക. യൂസർ നെയിം കൊടുക്കുന്നതായിരിക്കും ബെറ്റർ എപ്പോഴും. ഇപ്പോൾ ഞാൻ എൻ്റെ അക്കൗണ്ട് യൂസർ നെയിം കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം കണ്ടിന്യൂ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ വാട്സപ്പിനകത്ത് ലിങ്ക് അയക്കാനുള്ളൊരു ഓപ്ഷനാണ് ചോദിക്കുന്നത്. അപ്പോൾ ട്രൈ ടു അനദർ വേ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ശേഷം ഇവിടെ നോ ലോങ്ങർ ഹാവ് ആക്സസ് ടു ദിസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത്. രണ്ട് വാട്സപ്പ് എന്ന് കിടക്കുന്നത്, 2 SMS കിടക്കുന്നത്, രണ്ടിൻ്റെ ലാസ്റ്റ് 38 കിടക്കുന്നത്. നിങ്ങളുടെ ഫോൺ നമ്പർ ഏതൊക്കെ കൊടുത്തിട്ടുണ്ടോ അതായിരിക്കും ഇതിനകത്ത് വരുന്നത്. രണ്ടും ഇത് 38 കിടക്കുന്നതെന്ന് വെച്ചാൽ എൻ്റെ 2 നമ്പറിൻ്റെയും ലാസ്റ്റ് 38 ഉണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഏത് അക്കൗണ്ട് ഇതുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ടോ ആ നമ്പർ ഇവിടെ കാണിക്കുക. അക്കൗണ്ടുമായിട്ട് ഏതാണ് ലിങ്ക് ചെയ്തിരിക്കുന്നത് ആ നമ്പർ ഇവിടെ കാണിക്കും, ലാസ്റ്റ് നമ്പർ. അതിൽ നമുക്ക് ആവശ്യമുള്ളത് സെലക്ട് ചെയ്തിട്ട് ഏതിരിക്കുന്നത് വാട്സപ്പ് കൊടുക്കുന്നതായിരിക്കും ബെറ്റർ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ നെക്സ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിനു ശേഷം നമ്മുടെ കൺഫർമേഷൻ കോഡ്, അതിനകത്ത് വാട്സപ്പിനകത്തോട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന നമ്പറിൻ്റെ വാട്സപ്പിനകത്തോട്ട് ഒരു കോഡ് വരും. ഇപ്പോൾ നോക്കിയോ, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ കോഡ് ഇവിടെ വന്നിട്ടുണ്ട് 850022. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് വേറെ ആയിരിക്കും. അതിനുശേഷം ഇവിടെ കൺഫേം ചെയ്യാം. കൺഫേം ചെയ്യുമ്പോഴത്തേക്ക് സ്ക്രീൻഷോട്ട്, നമ്മൾ നേരത്തെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചില്ലേ, അതായത് ആദ്യം പറഞ്ഞാൽ നമ്മൾ ബാക്കപ്പ് കോഡ് കൊണ്ട് വെച്ചേക്കുന്ന ആ ബാക്കപ്പ് കോഡ് കൊണ്ടൊന്ന് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ആദ്യം കിടക്കുന്ന ഏതെങ്കിലും എത്രയോ ഒരു 4-8 ബാക്കപ്പ് കോഡ് ഉള്ളത്, അതിൽ ഏതെങ്കിലും ഒരെണ്ണം യൂസ് ചെയ്യുക. ഇത് ഒരു പക്ഷേ എററായി എന്തെങ്കിലും പോയി കഴിഞ്ഞാൽ ഇത് ഒന്നേന്ന് ചെയ്യുമ്പോഴത്തേക്ക് ആദ്യം കൊടുത്ത ബാക്കപ്പ് കോഡ് ഒന്നും കൊടുക്കരുത്, രണ്ടാമത്തെ ബാക്കപ്പ് കോഡ് വേണം യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ ഓരോ പ്രാവശ്യം എന്തെങ്കിലും ഇഷ്യൂ എററായി പോവുക അല്ലെങ്കിൽ നെറ്റ്വർക്കിൻ്റെ എന്തെങ്കിലും പ്രശ്നം കൊണ്ട് അങ്ങനെ പോയി കഴിഞ്ഞാൽ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ഇങ്ങനെ ചെയ്തു വരുമ്പോഴത്തേക്ക് ബാക്കപ്പ് കോഡിൻ്റെ ഓരോന്ന് താഴെ ഒരിക്കലും യൂസ് ചെയ്ത ബാക്കപ്പ് കോഡ് പിന്നെ യൂസ് ചെയ്യരുത്. അപ്പോൾ അത് ചെയ്യുക. അത് കൊടുത്തതിന് ശേഷം ഇവിടെ കൺഫേം കൊടുക്കുമ്പോഴത്തേക്ക് ഞാനിപ്പോൾ അത് ചെയ്യുന്നില്ല. അത് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ അക്കൗണ്ട് ഞാൻ ഓൾറെഡി എല്ലാം റെഡിയാക്കി വെച്ചേക്കാണ്. അപ്പോഴത്തേക്ക് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഇതെടുത്തത്. അപ്പോഴത്തേക്ക് നിങ്ങളിവിടെ ബാക്കപ്പ് കോഡ് കൊടുത്തതിന് ശേഷം ഇവിടെ കൺഫേം എന്ന് കൊടുക്കുമ്പോഴത്തേക്ക് ന്യൂ പാസ്വേഡ് ചേഞ്ച് ചെയ്യാനുള്ള, അതായത് പുതിയ പാസ്വേഡ് നമ്മൾ ഒരു കാരണവശാലും നേരത്തെ ഇട്ടിരുന്ന പാസ്വേഡുമായിട്ട് സാദൃശ്യമുള്ള, ഒരിക്കലും ചേഞ്ച് ചെയ്ത് കളഞ്ഞ ഒരു പാസ്വേഡ് ഇതിനകത്തോട്ട് കൊണ്ടുവരരുത്. നിങ്ങളൊരു പുതിയ പാസ്വേഡ് എപ്പോഴും എഴുതി എവിടെയെങ്കിലും ഇടാൻ ശ്രമിക്കുക. അപ്പോൾ ആ പാസ്വേഡ് കൊടുത്തതിന് ശേഷം ഇവിടെ സബ്മിറ്റ് എന്നുള്ളത് കൊടുക്കുമ്പോഴത്തേക്ക് നിങ്ങൾ അക്കൗണ്ട് ഓക്കെ ആവും. ഇത് ഓക്കെ ആയതിനു ശേഷം പിന്നെ നമുക്ക് ഈ അക്കൗണ്ടിനകത്തോട്ട് ഇൻസ്റ്റഗ്രാമിനകത്തോട്ട് കയറാവുന്നതാണ്. പിന്നെ ആപ്പിൾ യൂസേഴ്സിൻ്റെ ശ്രദ്ധയ്ക്ക് ഞാൻ പറയുന്നതാണ്, നമ്മുടെ ആൻഡ്രോയിഡ് യൂസേഴ്സിന് വലിയ പ്രശ്നങ്ങളൊന്നും വരാൻ ചാൻസ് ഇല്ല. ഇതെല്ലാം ചെയ്യുമ്പോഴത്തേക്ക് കറക്റ്റ് ഓക്കെ ആവും. അതിനുശേഷം നമ്മളിപ്പോൾ ഒരുപക്ഷെ നമുക്ക് അതൊരു പ്രശ്നമായിട്ട് വന്നു കഴിഞ്ഞാലും, നമ്മളിപ്പം ആൻഡ്രോയിഡ് ഫോണിനെ സംബന്ധിച്ച് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അത് നമുക്ക് ഫാക്ടറി റീസെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് പുതിയൊരു ഇമെയിൽ ഐ ഡിയും പാസ്വേഡ് കൊടുത്ത് കയറി കഴിഞ്ഞാൽ നമ്മൾ ഈ പ്രശ്നം അവിടെ സോൾവ് ആവുകയാണ്. പിന്നെ നമുക്ക് ആ അക്കൗണ്ടിനകത്ത് നമുക്ക് സുഖമായിട്ട് കയറാം. പക്ഷേ ആപ്പിൾ യൂസേഴ്സിൻ്റെ പ്രത്യേക ശ്രദ്ധയ്ക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു എന്തെങ്കിലും കമ്മ്യൂണിറ്റി സ്ട്രൈക്ക്, അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ ഫേക്ക് ഐ ഡി അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ഇത് പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ ഈ ആപ്പിൾ അക്കൗണ്ട് ഈ ഒരു ഏത് ഡിവൈസാണ് ഉപയോഗിക്കുന്നത് ആപ്പിൾ അക്കൗണ്ട് ആ ഒരു ഇതിനകത്ത് ഏത് ഇൻസ്റ്റാഗ്രാമും ഒരെണ്ണം ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്കൊരു പുതിയൊരു ഇൻസ്റ്റാഗ്രാം തുടങ്ങാനും പറ്റത്തില്ല. അപ്പോൾ അവർ കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് ബ്ലോക്ക് ചെയ്യും. അപ്പം നമ്മുടെ ഈ പുതിയ ഇൻസ്റ്റാഗ്രാം തുടങ്ങിക്കഴിഞ്ഞാൽ അവർ ഒരു ദിവസം നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. അത് കഴിയുമ്പോഴത്തേക്ക് ഈ അക്കൗണ്ട് തനിയെ സസ്പെൻഡ് ആവും. അപ്പോൾ അതുകൊണ്ട് സൂക്ഷിച്ചതിന് ശേഷം പിന്നെ അതുമല്ല, ആപ്പിള് നമുക്ക് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ നമ്മൾ ഫോൺ എവിടെ നിന്നാണോ വാങ്ങിച്ചത് അവിടെ ആയിട്ടൊന്ന് കോൺടാക്ട് ചെയ്തിട്ടും വലിയ ഉപയോഗം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ലെങ്കിൽ ആപ്പിൾ കെയറിൽ അങ്ങനെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ഈ ആപ്പിളിൻ്റെ സ്റ്റോറുകളൊക്കെ ഉണ്ടല്ലോ,
അങ്ങനെയുള്ളതിൽ കോൺടാക്ട് ചെയ്ത് അങ്ങനെ ചെയ്യുക. അങ്ങനെ ചെയ്യുന്നതിന് മുമ്പ് അവരെ കോൺടാക്ട് ചെയ്താലും ബെറ്റർ ആയിരിക്കും. പിന്നെ അല്ലെങ്കിൽ എന്നിട്ടും ഒരു പ്രശ്നമാണെന്ന് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ആപ്പിൾ ID മാറ്റണം. പുതിയൊരു ആപ്പിൾ IDയിലോട്ട് നമ്മൾ മാറണം. അതിന് ഫാക്ടറി റീസെറ്റ് ചെയ്താലേ പറ്റത്തുള്ളൂ. ഫാക്ടറി റീസെറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ സിമ്മൊക്കെ ഉപയോഗിക്കുന്നവരാണ് മിക്കുള്ളവരും. ആ ഈ സിമ്മിൻ്റെ ഇതൊക്കെ നമ്മൾ ഒന്നേന്ന് ചെയ്യേണ്ടി വരും. 2 സിമ്മിന് പകരം ഉപയോഗിക്കുന്ന ഈ സിമ്മൊക്കെ ആണല്ലേ. അപ്പോഴത്തേക്ക് അങ്ങനെ ഒരെണ്ണം നമ്മളെപ്പോഴും അവരുടെ മുന്നിൽ വെച്ച് തന്നെ ചെയ്യാൻ പറ്റുന്നതും തൊട്ട് ഈ സിമ്മൊക്കെ ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങൾ തൊട്ടടുത്തൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ വെച്ച് തന്നെ ഈ ഫാക്ടറി റീസെറ്റ് ചെയ്തതിനു ശേഷം ചെയ്യാൻ നോക്കുക. പിന്നെ നമ്മുടെ ഈ ഐഫോണിനകത്ത് ഓണായി വരണമെങ്കിൽ നമുക്കൊരു വൈഫൈ സപ്പോർട്ട് ആവശ്യമാണ്. അപ്പോൾ അതൊക്കെ ഓർത്ത് വേണം ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട്. അപ്പോൾ ഓക്കെ, താങ്ക് യു.